In this session, we shall deal with the assessment, inspection and e-way bill. This is coming under module 5 and again unit 4. And this unit 4 in module 5 that comes to the end of your GST syllabus. ഇപ്പോൾ MGA യൂണിവേഴ്സിറ്റിയിലെ BCom സ്റ്റുഡൻസിന് BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ സ്റ്റുഡൻസിൻ്റെ GST പേപ്പറിൻ്റെ തിയറി പോർഷനിലെ അവസാനത്തെ പാർട്ടായിട്ടാണ് നമ്മളീ പറയുന്ന മോഡ്യൂൾ 5-ൽ യൂണിറ്റ് 4 കവറപ്പ് ചെയ്യുന്നത്. ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും അസസ്മെൻറ്റും ഇൻസ്പെക്ഷനും ഇ-വേ ബിൽ, ഈ മൂന്ന് കാര്യങ്ങളാണ്. നമ്മൾ ആദ്യമായിട്ട് അസസ്മെൻ്റ് എന്താണ്, അസസ്മെൻറ്റ്, ഇൻസ്പെക്ഷൻ, ഇ-വേ ബിൽ. നമ്മൾ ടാക്സിനെ സംബന്ധിച്ചിടത്തോളം അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് മീൻസ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി അണ്ടർ ദി GST ലോ. അസസ്മെൻറ്റ് നമ്മൾ ഇൻകം ടാക്സ് ആണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന സെയിൽ ടാക്സ് ആണെങ്കിലും അസസ്മെൻറ്റ് മീൻസ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. GST നിയമപ്രകാരം അസസ്മെൻറ്റ് മീൻസ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി അണ്ടർ GST നിയമപ്രകാരം ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഡെഫിനിഷൻ ഓഫ് അസസ്മെൻറ്റ് that is given in section 2 subsection 11 of CGST Act 2017. എന്താണ് അസസ്മെൻറ്റ്? അത് ക്ലിയർ ആയിട്ട് CGST Act 2017-ൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 11-ൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ദി ടേം അസസ്മെൻറ്റ് മീൻസ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി അണ്ടർ ദിസ് ആക്ട് ആൻഡ് ഇൻക്ലൂഡ് സെൽഫ് അസസ്മെൻറ്റ്. ഇപ്പം ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി അണ്ടർ ദിസ് ആക്ട് അണ്ടർ CGST Act 2017 ആൻഡ് ഇൻക്ലൂഡ് സെൽഫ് അസസ്മെൻറ്റ്. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നു പറയുന്നുണ്ട്. സെൽഫ് അസസ്മെൻറ്റ്, ദെൻ റീ അസസ്മെൻറ്റ്, പ്രൊവിഷണൽ അസസ്മെൻറ്റ്, ദെൻ സമ്മറി അസസ്മെൻറ്റ് ആൻഡ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. ഈ എല്ലാ അസസ്മെൻറ്റുകളും സെക്ഷൻ 2 സബ്സെക്ഷൻ 11 ഓഫ് ദി CGST Act 2017 പ്രകാരം അസസ്മെൻ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നു, അതാണ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 11-ലാണ്. ദെൻ അസസ്മെൻറ്റ് ഓഫ് ടാക്സ് ലയബിലിറ്റി ഇൻ GST നിയമപ്രകാരം നമ്മൾ ടാക്സ് ലയബിലിറ്റി ഏത് വിധത്തിലാണ് അസസ്മെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ അസസ്മെൻറ്റ് വരുന്ന ആ ഒരു പ്രോസസ് ഓഫ് അസസ്മെൻ്റ് ആണ്. അസസ്മെൻറ്റ് ഓഫ് ടാക്സ് മീൻസ് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓഫ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് നമ്മൾ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ദി ടാക്സ് ലയബിലിറ്റി ഓഫ് എ പേഴ്സൺ ഈസ് ദി എമൗണ്ട് ഓഫ് ടാക്സ് ടു ബി പെയ്ഡ് ബൈ ദി പേഴ്സൺ ഡ്യൂറിങ് എ ടാക്സ് പീരീഡ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ദി എമൗണ്ട് ഓഫ് ടാക്സ് ദാറ്റ് ഷുഡ് ബി പെയ്ഡ് ബൈ എ ടാക്സ് പേയബിൾ പേഴ്സൺ ഡ്യൂറിങ് എ ടാക്സ് പീരീഡ്. ഇപ്പോൾ ഒരു ടാക്സ് പീരീഡിൽ ടാക്സ് പേ ചെയ്യാൻ ലയബിലിറ്റി ഉള്ളൊരു വ്യക്തി പേ ചെയ്യേണ്ട എമൗണ്ട് ഓഫ് ടാക്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അയാളുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇനി നമ്മൾ അസസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ബ്രോഡ്ലി ദെയർ ആർ 2 ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് പ്രധാനമായിട്ടും 2 ടൈപ്പിലാണ് ഉള്ളത്. സെൽഫ് അസസ്മെൻറ്റ് ആൻഡ് അസസ്മെൻറ്റ് ബൈ ടാക്സ് അതോറിറ്റീസ്. സെൽഫ് അസസ്മെൻറ്റ് അതെന്താണ്? അസസ്മെൻറ്റ് ബൈ ദി ടാക്സബിൾ പേഴ്സൺ ഹിംസെൽഫ്. സെൽഫ് അസസ്മെൻറ്റ് മീൻസ് അസസ്മെൻറ്റ് ബൈ ദി ടാക്സബിൾ പേഴ്സൺ ഹിംസെൽഫ്. ഇപ്പോൾ എല്ലാ ടാക്സബിൾ പേഴ്സൺസും അവരുടെ ടാക്സ് ലയബിലിറ്റി സ്വയം അസസ് ചെയ്യും. ഇപ്പം ഇങ്ങനെ സ്വയം അസസ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? സെൽഫ് അസസ്മെൻറ്റ്. ദെൻ ഇനി അതല്ല ടാക്സ് അതോറിറ്റിയാണ് അസസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? അസസ്മെൻറ്റ് ബൈ ദി ടാക്സ് അതോറിറ്റി എന്ന് പറയും. ദെൻ എവറി രജിസ്റ്റേർഡ് ടാക്സബിൾ പേഴ്സൺ മസ്റ്റ് അസസ് ദി ടാക്സ് payable by himself or herself and furnish the relevant return for each tax period. എല്ലാ ടാക്സബിൾ പേഴ്സൺസും അവരുടെ ടാക്സ് ലയബിലിറ്റി ഓരോ ടാക്സ് പീരീഡിലേക്കും സ്വയം അസസ് ചെയ്യുകയും റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്തിരിക്കണം. അത് ക്ലിയർ ആയിട്ട് ആ റൂളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ദെൻ നമ്മൾ വീണ്ടും ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് ആസ് പെർ CGST Act 2017. നമ്മൾ ആ പറഞ്ഞ പല തരത്തിലുള്ള അസസ്മെൻറ്റുകളുണ്ട്, അതൊന്ന് നോക്കാം. അതെന്താ? സെൽഫ് അസസ്മെൻറ്റ് ദാറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 59
ആ പേരിൽ നിന്ന് വരുന്നത് പോലെ തന്നെ സെൽഫ് അസസ്മെൻ്റ് എന്താണ്? ഒരു ടാക്സിബിൾ പേഴ്സൺ സ്വയം അയാളുടെ ടാക്സ് ലയബിലിറ്റി അസസ് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് പറയുന്നത് സെൽഫ് അസസ്മെൻറ്റ്. ദെൻ സെൽഫ് അസസ്മെൻറ്റ് എന്താണ്? GST law simply covers that taxpayers self-assess the taxes on and file the necessary returns. GST നിയമം പറയുന്ന എല്ലാ ടാക്സിബിൾ പേഴ്സണും അവരുടെ ടാക്സ് ലയബിലിറ്റി സ്വയം അസസ് ചെയ്യുകയും റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്യണം. In the GST, where invoices matching is a prerequisite for input tax credit. ഇപ്പോൾ GST എന്താ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലായ്പ്പോഴും GST ഇത് മാച്ച് ചെയ്യണം. സോ പ്രോപ്പർ സെൽഫ് അസസ്മെൻറ്റ് ബൈ ടാക്സ് പെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം GST എന്താ? അയാളുടെ ഇൻവോയ്സും അതുപോലെ നമ്മൾ മാച്ച് ചെയ്തതിന് ശേഷമായിരിക്കും. അപ്പോൾ ഔട്ട്പുട്ട് ലയബിലിറ്റിയും ഇൻപുട്ട് ലയബിലിറ്റിയും കൂടെ മാച്ച് ചെയ്തതിന് ശേഷമായിരിക്കും എമൗണ്ട് പേയബിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ സെൽഫ് അസസ് ദി ടാക്സ് പേയബിൾ അണ്ടർ ദിസ് ആക്ട് ആൻഡ് ഫർണിഷ് എ റിട്ടേൺ ഫോർ ഈച്ച് ടാക്സ് പീരീഡ് ആസ് പ്രിസ്ക്രൈബ് ഇൻ ദി ലോ. അപ്പോൾ അത് സെൽഫ് അസസ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 15 കൊടുത്തിട്ടുണ്ട്. എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും ഓരോ ടാക്സ് പീരീഡുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ടാക്സ് ലയബിലിറ്റി സ്വയം അസസ് ചെയ്യുകയും അതിനാവശ്യമായ റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്യണം. അപ്പം അങ്ങനെ ഓരോ രജിസ്റ്റേർഡ് പേഴ്സൺസും അവരുടെ ഒരു ടാക്സ് പീരീഡിലേക്കുള്ള ടാക്സ് ലയബിലിറ്റി സ്വയം അസസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്താ പറഞ്ഞത്? സെൽഫ് അസസ്മെൻറ്റ്. അതൊരു ലീഗൽ ഓബ്ലിഗേഷനാണ്. Secondly, provisional assessment. Then, where the taxable person is unable to determine the value of goods and services or both, or determine the rate of tax applicable thereto. When the taxable person is unable to determine, ഒരു ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ ടാക്സിബിൾ പേഴ്സണെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ then he may request the proper officer. ഇപ്പം എന്താ? ഒരു ടാക്സിബിൾ പേഴ്സണ് അയാളുടെ ടാക്സ് ലയബിലിറ്റി സ്വയം അസസ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ he may request the proper authority or proper officer in writing giving reasons for payment of tax on a provisional basis and the proper officer shall pass an order. ഇപ്പോൾ എന്താ? കൃത്യമായിട്ട് അസസ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ പ്രൊവിഷണലായിട്ട് ടാക്സ് പേ ചെയ്യാനുള്ള ഒരു പെർമിഷൻ കിട്ടുന്നതിന് വേണ്ടി പ്രോപ്പർ ഓഫീസർക്ക് റൈറ്റിങ്ങിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. അങ്ങനെ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ മേ അലോ ഹിം ടു പേ ദി ടാക്സ്. ദെൻ വിതിൻ എ പീരീഡ് നോട്ട് ലേറ്റർ ദാൻ 90 days ഫ്രം ദി ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് സച്ച് റിക്വസ്റ്റ് അലോവിംഗ് ദി പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓൺ പ്രൊവിഷണൽ ബേസിസ് അറ്റ് സച്ച് റേറ്റ് ഓർ ഓൺ സച്ച് വാല്യൂ ആസ് മേ ബി സ്പെസിഫൈഡ് ഹിം. ഇങ്ങനെ ഒരു പ്രൊവിഷണലായിട്ട് ടാക്സ് പേ ചെയ്യാൻ അലോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടൊരു ആപ്ലിക്കേഷൻ റൈറ്റിങ്ങിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനൊരു ആപ്ലിക്കേഷൻ കിട്ടി 90 ദിവസത്തിനകം ദി പ്രോപ്പർ ഓഫീസർ മേ അലോ സച്ച് പേയ്മെൻറ്റ്. അതാണ് പ്രൊവിഷണൽ അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ദെൻ ദി പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓൺ പ്രൊവിഷണൽ ബേസിസ് മേ ബി അലൗഡ്. ഒരു താൽക്കാലികമായിട്ട് പ്രൊവിഷണലായിട്ട് വേണമെങ്കിൽ പ്രോപ്പർ ഓഫീസിന് അലോ ചെയ്യാം. ഇഫ് ദി ടാക്സിബിൾ പേഴ്സൺ എക്സിക്യൂട്ട് എ ബോണ്ട് ഇൻ സച്ച് ഫോംസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. അപ്പോൾ അതിനുള്ള ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. ആ വ്യക്തി ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം, റിക്വയർഡ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം ഈ പ്രോപ്പർ ഓഫീസർ. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ എന്താ? പ്രോപ്പർ ഓഫീസിന് വേണമെങ്കിൽ ടാക്സ് പേ ചെയ്യാൻ അലോ ചെയ്യാം. അപ്പോൾ അതൊരു പ്രൊവിഷണൽ അസസ്മെൻറ്റിൻ്റെ ബേസിസിലായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു അസസ്മെൻറ്റാണ്. പിന്നീട് അതിൻ്റെ ആക്ച്വൽ അസസ്മെൻറ്റ് കഴിയുമ്പോൾ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ എമൗണ്ട് എന്താ ടാക്സ് പേയബിൾ ആണെങ്കിൽ പേ ചെയ്യുക, റീഫണ്ട് വരുന്നുണ്ടെങ്കിൽ ആ റീഫണ്ടും ക്ലെയിം ചെയ്യാനുള്ള ഒരു അർഹതയുണ്ടായിരിക്കും. ഇതാണ് പ്രൊവിഷണൽ അസസ്മെൻറ്റ്. ദാറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 60 ഓഫ് CGST Act 2017 പ്രകാരം പ്രൊവിഷണൽ അസസ്മെൻറ്റ്. സെൽഫ് അസസ്മെൻ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 59. ദെൻ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. അപ്പോൾ അത് ആ പ്രോപ്പർ ഓഫീസർ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്യുന്ന ഒരു അസസ്മെൻ്റാണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. അപ്പോൾ എന്താ? പ്രോപ്പർ ഓഫീസർക്ക് ഒരാളുടെ ടാക്സ് ലയബിലിറ്റി അസസ് ചെയ്യണമെന്ന് അയാൾക്ക് ബോധ്യമാവുകയാണെങ്കിൽ, പ്രോപ്പർ ഓഫീസർക്ക് ബോധ്യമാവുകയാണെങ്കിൽ വേണമെങ്കിൽ ആരുടെ വേണമെങ്കിലും എന്താ ടാക്സ് ലയബിലിറ്റി അല്ലെങ്കിൽ ഏത് ഡീലറിൻ്റെ ടാക്സ് ലയബിലിറ്റിയും ഡിറ്റർമൈൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സൊക്കെ ഇൻസ്പെക്റ്റ് ചെയ്ത് അത് ഡിറ്റർമൈൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് ഈ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റുമായിട്ട് വരുന്നത്.
where a registered person fails to furnish the return even after the service of a notice under section 46. ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ സെക്ഷൻ 46 പ്രകാരം പ്രോപ്പർ ഓഫീസർ നോട്ടീസ് കൊടുത്തു. ഇങ്ങനെ ആ നോട്ടീസ് കൊടുത്താലും അങ്ങനെ നോട്ടീസ് കിട്ടിയാളെന്താ റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ the proper officer may proceed to assess the tax liability of the said person to the best of his judgment, taking into account all relevant material. ഇപ്പോൾ സെക്ഷൻ 46 പ്രകാരം ഒരു വ്യക്തിക്ക് ഒരു നോട്ടീസ് കൊടുത്തു. അങ്ങനെ നോട്ടീസ് കിട്ടിയാൽ എന്താണ് ഫെയിൽസ് ടു ഫർണിഷ് ദി റിട്ടേൺ. അപ്പോൾ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ള ലീഗൽ ഓബ്ലിഗേഷനാണ്. പക്ഷെ അങ്ങനെ നോട്ടീസ് കിട്ടിയ ഒരു വ്യക്തി റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ the proper officer may proceed to assess the tax liability of the said person to the best of his judgment. അപ്പോൾ ദാ പ്രോപ്പർ ഓഫീസറിൻ്റെ ബെസ്റ്റ് ഓഫ് ഹിസ് ജഡ്ജ്മെൻ്റ് ആണ്. പ്രോപ്പർ ഓഫീസറിൻ്റെ ജഡ്ജ്മെൻറ്റ് പ്രകാരം ടാക്സ് ലയബിലിറ്റി അസസ് ചെയ്യാം. ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഓൾ ദി റിലവൻറ്റ് മെറ്റീരിയൽ വിച്ച് ഈസ് അവൈലബിൾ or which he has gathered and issue an assessment order within a period of 5 years from the date prescribed under section 44 for furnishing the annual return for the financial year to which the tax not paid relates. ഇപ്പം എന്താ ഒരു 5 വർഷത്തിനകം നോട്ടീസ് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഇപ്പം ഏത് സാമ്പത്തിക വർഷമായിട്ടാണ് ബന്ധപ്പെട്ട് ഇങ്ങനൊരു ടാക്സ് ഡിസ്പ്യൂട്ട് ഉണ്ടായത് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഓഫീസിന് ബോധ്യം വരുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസിന് നോട്ടീസ് കൊടുക്കുകയും ആ നോട്ടീസ് പ്രകാരം കൃത്യസമയത്ത് ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ ഓഫീസിൻ്റെ ബെഡ് ജഡ്ജ്മെൻറ്റ് വെച്ച് ഒരു അസസ്മെൻറ്റ് നടത്തുകയും ടാക്സ് ലയബിലിറ്റി ഫിക്സ് ചെയ്യുകയും ചെയ്യാം. ഇത് സെക്ഷൻ എന്താ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സെക്ഷൻ 46 പ്രകാരം നോട്ടീസ് കൊടുത്തതിന് ശേഷമുള്ളൊരു പ്രൊസീജിയറാണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. ആസ് പെർ ദി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദി പ്രോപ്പർ ഓഫീസർ, ദി അസസ്മെൻറ്റ് ഡൺ ബൈ ദി പ്രോപ്പർ ഓഫീസർ ഇൻ അക്കോർഡൻസ് വിത്ത് ഹിസ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ്. അയാളുടെ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റിനനുസരിച്ച് നടത്തുന്ന ഒരു അസസ്മെൻറ്റാണ് ഫോർ ഡിറ്റർമൈനിങ് ടാക്സ് ലയബിലിറ്റി ഓഫ് എ പേഴ്സൺ ആഫ്റ്റർ ഗിവിങ് എ നോട്ടീസ് അണ്ടർ സെക്ഷൻ 46. സെക്ഷൻ 46 പ്രകാരം നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണമെന്നുണ്ട്. അപ്പം ഒരു നോട്ടീസ് കിട്ടിക്കഴിഞ്ഞ് വീണ്ടും ഫയൽ ചെയ്യാൻ പരാജയപ്പെടുകയാണ് എങ്കിൽ ദി പ്രോപ്പർ ഓഫീസർ മേ പ്രൊസീഡ് ഫോർ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. ദെൻ നമ്മളതുമായിട്ട് പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. So provided that no such assessment order shall be passed without giving the person an opportunity to of being heard. ഇനി ഇങ്ങനെ നോട്ടീസ് കൊടുത്തതിന് ശേഷം ആ നോട്ടീസ് കിട്ടി അതിൻ്റെ മറുപടിയും കിട്ടിയതിന് ശേഷം എന്താണ് അയാൾക്ക് പറയാനുള്ളത്, അങ്ങനെ നോട്ടീസ് സെർവ് ചെയ്യുന്ന വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങൾ അയാളുടെ പാട്ടും കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഒരു ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റിന് ഓർഡർ ഇടാവൂ. ഒരു ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അലോസ്മെൻറ്റിനുള്ളൊരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഓർഡർ പാസ് ചെയ്യാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ സമ്മറി അസസ്മെൻറ്റ്, വീണ്ടും വരുന്നത് എന്താണ് സമ്മറി അസസ്മെൻറ്റ്, പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ് ഇൻ സർട്ടൺ സ്പെഷ്യൽ കേസസ്. ഇത് 4ാമത്തെ തരത്തിലുള്ള അസസ്മെൻറ്റാണ്. നമ്മൾ ആദ്യമായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒന്ന് നമുക്കൊരു സെൽഫ് അസസ്മെൻ്റ് ഉണ്ട്. വീണ്ടും രണ്ടാമത് വന്നിരിക്കുന്നത് എന്താണ് പ്രൊവിഷണൽ അസസ്മെൻറ്റ് വരും, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് ഉണ്ട്, അതിന് ശേഷമാണ് സമ്മറി അസസ്മെൻറ്റ്. അതിലെ പ്രത്യേക സാഹചര്യങ്ങളിലാണ്. ദാറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 64. ദി പ്രോപ്പർ ഓഫീസർ മേ ഓർ എനി എവിഡൻസ് ഷോയിങ് എ ടാക്സ് ലയബിലിറ്റി ഓഫ് എ പേഴ്സൺ കമ്മിങ് ടു ഹിസ് നോട്ടീസ് വിത്ത് ദി പ്രീവിയസ് പെർമിഷൻ ഓഫ് അഡീഷണൽ കമ്മീഷണർ ഓർ ജോയിൻറ്റ് കമ്മീഷണർ proceed to assess the tax liability of such person to protect the interest of revenue and issue an assessment order. ഇപ്പോൾ ടാക്സ് ഓഫീസറിന് ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നിന്ന് ബോധ്യപ്പെടുകയാണ് എങ്കിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഡീലറിൻ്റെ ടാക്സ് ലയബിലിറ്റി അസസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് ഒരു പ്രോപ്പർ ഓഫീസറിന് ഏതെങ്കിലും സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ് എങ്കിൽ വിത്ത് ദി പ്രീവിയസ് പെർമിഷൻ ഓഫ് ദി അഡീഷണൽ കമ്മീഷണർ ഓർ ജോയിൻറ്റ് കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണറിൻ്റെയോ ജോയിൻറ്റ് കമ്മീഷണറുടെ മുൻകൂട്ടിയുള്ള അനുമതിയോടുകൂടി ആ വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റി അസസ് ചെയ്യുന്നതിനുള്ള നടപടികൾ ക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകാം. അതെന്തിനു വേണ്ടിയിട്ടാണ്,
സ്റ്റേറ്റിൻ്റെ റവന്യൂ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഫോർ പ്രൊട്ടക്ടിങ് ദി ഇൻട്രസ്റ്റ് ഓഫ് റവന്യൂ, ആൻഡ് ഇഷ്യൂ ആൻ അസസ്മെൻറ്റ് ഓർഡർ if he has sufficient grounds to believe that any delay in doing so may adversely affect the interest of revenue. ഇനി പ്രോപ്പർ ഓഫീസർ വിശ്വസിക്കുകയാണ് ഇങ്ങനൊരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിൽ കാലതാമസം വരുത്തി കഴിഞ്ഞാൽ അത് സ്റ്റേറ്റിൻ്റെ റവന്യൂവിനെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും എന്ന് തോന്നുകയാണ് എങ്കിൽ ആ പ്രോപ്പർ ഓഫീസറിന് എന്താണ്, അഡീഷണൽ കമ്മീഷണറിൻ്റെയോ അല്ലെങ്കിൽ ജോയിൻറ്റ് കമ്മീഷൻ്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടുകൂടി ഒരു അസസ്മെൻറ്റുമായിട്ട് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം. അത് സമ്മറി അസസ്മെൻ്റ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് റവന്യൂ. അപ്പം ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റിൻ്റെ റവന്യൂ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രോപ്പർ ഓഫീസർ ജോയിൻറ്റ് കമ്മീഷൻ്റെ അഡീഷണൽ കമ്മീഷൻ്റെ അനുമതിയോടുകൂടി ഓർഡർ ഇടുന്ന ഒരു അസസ്മെൻ്റാണ് എന്തായിട്ട് വരുന്നത്, സമ്മറി അസസ്മെൻറ്റ്. അത് സെക്ഷൻ 64 കൊടുത്തിരിക്കുന്നത്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സബ്സെക്ഷൻ 2, സെക്ഷൻ 64 സബ്സെക്ഷൻ 2 എന്താണ്, ഓൺ ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ ദി ടാക്സബിൾ പേഴ്സൺ within 30 days from the date of receipt of order passed on his own motion, if the additional commissioner or joint commissioner considers that such order is erroneous, ഇങ്ങനെ ഓർഡർ ഇട്ടു, ജോയിൻറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ അഡീഷണൽ കമ്മീഷണർ ബോധ്യപ്പെടുകയാണ് ആ കൊടുത്തിരിക്കുന്ന ഓർഡർ തെറ്റായിപ്പോയി എന്ന് തോന്നുകയാണ് എങ്കിൽ he may withdraw such order and follow the procedure laid out in section 73 or 74. അപ്പം എന്താ, ഡിമാൻഡ് ആൻഡ് റിക്കവറി പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അവിടെ ഒരു സമ്മറി അസസ്മെൻ്റ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റിൻ്റെ ഓർഡർ വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അത് ഇൻസ്പെക്ഷൻ്റെ അകത്ത് അല്ലെങ്കിൽ അത് എല്ലാ ഡോക്യുമെൻറ്റും സാഹചര്യവും പഠിച്ചു കഴിയുമ്പോൾ അതൊരു തെറ്റായൊരു ഓർഡറാണെന്ന് ബോധ്യമാവുകയാണെങ്കിൽ ആ ഓർഡർ പിൻവലിക്കപ്പെടാവുന്നതുമാണ്. ദെൻ സ്ക്രൂട്ടിനി ഓഫ് റിട്ടേൺസ്, എന്താ പരിശോധന നടത്തുക, സ്ക്രൂട്ടിനി ഓഫ് റിട്ടേൺസ്. ഒരു ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഫയൽ ചെയ്തിരിക്കുന്ന റിട്ടേൺസ് സ്ക്രൂട്ടിനി അല്ലെങ്കിൽ അതിൻ്റെ എന്താ വെരിഫിക്കേഷനാണ് സ്ക്രൂട്ടിനി ഓഫ് റിട്ടേൺസ്. ദറ്റ് ഈസ് ഗിവൺ ഇൻ സെക്ഷൻ 61. ദി ഫോളോയിങ് ആർ ദി പ്രൊവിഷൻസ് റിലേറ്റഡ് ടു സ്ക്രൂട്ടിനി. സ്ക്രൂട്ടിനിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്താ സെക്ഷൻ 61 തന്നിട്ടുണ്ട്. So section 61 of the CGST Act 2017 deals with scrutiny of returns filed by a registered person. Then subsection 1 എന്താ പറഞ്ഞിരിക്കുന്നത്, proper officer may scrutinize the return and related particulars furnished by the registered person. അപ്പം പ്രോപ്പർ ഓഫീസറാണ് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ റിട്ടേൺസും മറ്റ് ഡോക്യുമെൻസും ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസറാണ് സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്, ടു വെരിഫൈ ദി കറക്റ്റ്നെസ് ഓഫ് ദി റിട്ടേൺ ആൻഡ് ഇൻഫോം ഹിം ഓഫ് ദി ഡിസ്ക്രിപ്പൻസീസ് നോട്ടീസ് ഇഫ് എനി. അപ്പം പ്രോപ്പർ ഓഫീസർ ഒരു നിശ്ചിത കാലാവധിക്കുള്ളിൽ ആ റിട്ടേണും അനുബന്ധമായ മറ്റ് ഡോക്യുമെൻറ്റുകളും അത് ഇൻസ്പെക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രൂട്ടനൈസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡിസ്ക്രീപ്പൻസി കണ്ടെത്തുകയാണ് എങ്കിൽ അത് ആ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്ന വ്യക്തിയെ അറിയിച്ചിരിക്കണം. അത് സെക്ഷൻ 61 സബ്സെക്ഷൻ 1 പ്രകാരമാണ്. റിട്ടേൺ ഒരു ടാക്സബിൾ പേഴ്സൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ റിട്ടേണും അനുബന്ധമായിട്ട് വരുന്ന ഡോക്യുമെൻറ്റുകളും സ്ക്രൂട്ടനൈസ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡിസ്ക്രീപ്പൻസി കണ്ടെത്തുകയാണ് എങ്കിൽ ആ വിവരം റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്ന വ്യക്തിയെ അറിയിച്ചിരിക്കണം. ദാറ്റ് ഈസ് സെക്ഷൻ 61 സബ്സെക്ഷൻ 1. ദെൻ സബ്സെക്ഷൻ 2, in case the explanation is found acceptable. ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്പൻസി നോട്ട് ചെയ്തു, ആ വിവരം റിട്ടേൺസ് ഫയൽ ചെയ്തിരിക്കുന്ന വ്യക്തിയെ അറിയിച്ചു, ടാക്സിബിൾ പേഴ്സണെ അറിയിച്ചു. ടാക്സിബിൾ പേഴ്സണിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എക്സ്പ്ലനേഷൻ സാറ്റിസ്ഫാക്ടറി ആണ് എങ്കിൽ then in case the explanation is found acceptable, the registered person shall be informed accordingly. ഇപ്പോൾ എക്സ്പ്ലനേഷൻ അക്സെപ്റ്റബിൾ ആണെങ്കിൽ ആ കാര്യം രജിസ്റ്റേർഡ് പേഴ്സൺ അറിയിക്കണം. ആൻഡ് നോ ഫർദർ ആക്ഷൻ ഷാൽ ബി ടേക്കൺ ഇൻ ദിസ് റിഗാർഡ്. മറ്റ് നടപടിക്രമങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. രജിസ്റ്റേർഡ് പേഴ്സൻ്റെ എക്സ്പ്ലനേഷൻ സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ ആ വിവരം രജിസ്റ്റേർഡ് പേഴ്സണെ അറിയിച്ചിരിക്കുകയും മറ്റ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. ദെൻ സെക്ഷൻ 61 സബ്സെക്ഷൻ 3, ഇൻ കേസ് നോ സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ഇസ് ഫർണിഷ്ഡ് വിതിൻ എ പീരീഡ് ഓഫ് 30 days. ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുത്ത് ഡിസ്ക്രിപ്പൻസി ഇൻഫോം ചെയ്യുന്ന നോട്ടീസ് കൊടുത്ത് 30 ദിവസത്തിനകം സാറ്റിസ്ഫാക്ടറി ഉള്ളൊരു എക്സ്പ്ലനേഷൻ ഫയൽ കിട്ടുന്നില്ല എങ്കിൽ ഇതിനെന്താണ്
within a period of 30 days of being informed by the proper officer or such further period as may be permitted by him. ഇനി 30 ദിവസം കഴിഞ്ഞു, അതിനുശേഷം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ഈ കാലാവധിക്കുള്ളിലും or where the registered person after accepting the discrepancies failed to take corrective measures. അപ്പോൾ എന്തായി, ഡിസ്ക്രിപ്പൻസി പ്രോപ്പർ ഓഫീസർ അറിയിച്ചു, ആ വിവരം മനസ്സിലാക്കിയതിന് ശേഷവും കറക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കാൻ പരാജയപ്പെടുകയാണ് എങ്കിൽ the proper officer may initiate appropriate action and proceed to determine the tax and other dues. അപ്പോൾ രജിസ്റ്റേർഡ് പേഴ്സൺ കറക്റ്റ് ചെയ്യാനുള്ള നടപടികളൊന്നും എടുക്കുന്നില്ല എങ്കിൽ എന്താ, പ്രോപ്പർ ഓഫീസറിന് ടാക്സ് ഡിറ്റർമൈൻ ചെയ്യുകയും അത് കളക്ട് ചെയ്യാനുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യാം. ഇത് സബ്സെക്ഷൻ 3യിൽ പറഞ്ഞിരിക്കുന്നതാണ്. അത് സ്ക്രൂട്ടിനി ഓഫ് റിട്ടേൺസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്താ, ഒരു ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ഓഫീസർ ആ ഫയൽ ചെയ്ത റിട്ടേൺ എക്സാമിൻ ചെയ്ത് സ്ക്രൂട്ടനൈസ് ചെയ്ത് അത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ ആ വിവരം രജിസ്റ്റേർഡ് പേഴ്സണെ അറിയിക്കണം. രജിസ്റ്റേർഡ് പേഴ്സൺ ഇങ്ങനെ ഒരു നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ 30 ദിവസത്തിനകം ആവശ്യമായ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണം. ആ എക്സ്പ്ലനേഷൻ സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ അതോടുകൂടി അതിൻ്റെ നടപടിക്രമങ്ങൾ അവസാനിക്കും, ടാക്സ് പേ ചെയ്താൽ മതി. ഇനി അതല്ല, ഇങ്ങനെ നോട്ടീസ് കിട്ടിയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സൺ എന്താണ് ഇത് കറക്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നില്ല എങ്കിൽ, ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പ്രോപ്പർ ഓഫീസർ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ടാക്സ് കളക്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇത് സ്ക്രൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് സെക്ഷൻ 61 സബ്സെക്ഷൻ 3 പ്രകാരമാണിത്. ദെൻ മീനിങ് ഓഫ് ഇൻസ്പെക്ഷൻ. ഇപ്പം ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു പെർമിസിൽ എൻറ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കുകൾ കരസ്ഥമാക്കുക, അല്ലെങ്കിൽ ഒരു ബുക്കുകൾക്കുള്ളിലൂടെ നമ്മളതിൻ്റെ വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇൻസ്പെക്ഷൻ മീൻസ് ടു എനേബിൾ ഓഫീസേഴ്സ് ടു അസസ് എനി പ്ലേസ് ഓഫ് ബിസിനസ്, ആക്സസ് എനി പ്ലേസ് ഓഫ് ബിസിനസ് ഓഫ് എ ടാക്സബിൾ പേഴ്സൺ. ഒരു ടാക്സബിൾ പേഴ്സൻ്റെ ബിസിനസ് പെർമിസസിൻ്റെ ഉള്ളിൽ കടക്കുക അല്ലെങ്കിൽ അത് കടന്നു കയറുക, അതാണ് പ്രധാനമായിട്ട് accessibility. And also may place the business of a person engaged in transporting goods, or he is an owner or any operator of a warehouse or godown. ഇപ്പോൾ പ്രധാനമായിട്ടും എന്താ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബിസിനസ് ആയിട്ട് ടാക്സബിൾ പേഴ്സൻ്റെ ബിസിനസ് പ്ലേസിലോ, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടറിൻ്റെ ബിസിനസ് പ്ലേസിലോ, ഇനി അതല്ല എങ്കിൽ ഒരു വെയർഹൗസ് ഓണറിൻ്റെ ബിസിനസ് പ്ലേസിലോ കടന്നു ചെന്ന് ഡോക്യുമെൻറ്റുകൾ ഇൻസ്പെക്ട് ചെയ്യുക. അല്ലെങ്കിൽ ആ കടന്ന് ചെല്ലുന്നതിൻ്റെ ആ ഒരു റൈറ്റാണ് നമ്മളെന്ത് കൊടുന്ന് ഇൻസ്പെക്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, സെർച്ച് മീൻസ് ആൻ ആക്ഷൻ ഓഫ് എ ഗവൺമെൻറ് മിഷനറി to go look through or examine carefully a place, area, person, object, etc. in order to find something concealed. മറച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളൊരു പ്രവർത്തനമാണ് സെർച്ച് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഫോർ ദി പർപ്പസ് ഓഫ് ഡിസ്കവറിങ് എവിഡൻസ് ഓഫ് ക്രൈം. ഒരു കുറ്റകൃത്യത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയാണ് സെർച്ച് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. Then seizure. So seizure, it's an act of taking possession of property. പിടിച്ചെടുക്കുക. ഇപ്പം ED സ്വത്ത് കണ്ടുകെട്ടി എന്നൊക്കെ പറയുന്നത് സീസ് ചെയ്യുന്നു, സീഷർ പിടിച്ചെടുക്കുക. ഇറ്റ്സ് an act of taking possession of property by an officer under legal process. ഒരു ലീഗൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് സ്വത്തുവകകൾ അല്ലെങ്കിൽ പ്രോപ്പർട്ടി പിടിച്ചെടുക്കുന്ന ആ പ്രോസസ്സിന് സീസർ എന്ന് പറയും. ഇറ്റ് നോർമലി എംപ്ലൈസ് ടേക്കിംഗ് പൊസഷൻ ഫോഴ്സിബിളി. സീസർ പ്രധാനമായിട്ട് എന്താ, ബലപ്രയോഗത്തിലൂടെ വസ്തുവകകൾ കൈവശമാക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക. അത് ഫോഴ്സ് ഉപയോഗിച്ചാണ്. കോൺട്രറി ടു ദി വിഷസ് ഓഫ് ദി ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി. ഓണർ ഓഫ് ദി പ്രോപ്പർട്ടിക്ക് ഇത് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. അപ്പം ഒരു പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഫോഴ്സ് ഉപയോഗിച്ച് വസ്തുവകൾ പിടിച്ചെടുക്കുന്ന ആ പ്രോസസ്സിനാണ് സീഷർ. അതാണ് സീഷർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ ഓർ ഹൂ ഹാസ് ദി പൊസഷൻ ആൻഡ് ഹൂ വാസ് അൺവില്ലിങ് ടു പാർട്ട് വിത്ത് പൊസഷൻ. ഇപ്പോൾ ഓണറിൻ്റെ കൈവശമോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൈവശമാണ് ഈ വസ്തുക്കൾ ഇരിക്കുന്നതെങ്കിൽ അവരിൽ നിന്നും ബലപ്രയോഗത്തിലൂടെ ഈ വസ്തുവകൾ പിടിച്ചെടുക്കുന്ന ആ പ്രോസസ്സിനെന്ന് പറഞ്ഞ് നമ്മൾ സീഷർ എന്ന് പറയുന്നു.
സീഷർ അതാണ്. അപ്പം ബലപ്രയോഗത്തിലൂടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന ആ പ്രോസസ്സാണ് സീഷർ. ദെൻ അടുത്ത ഇൻസ്പെക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ മൂവ്മെൻറ്റ്. അപ്പം മൂവ്മെൻറ്റുള്ള ഗുഡ്സ്, സാധനങ്ങൾ മൂവ്മെൻറ്റിലാണെങ്കിൽ അത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ്, അത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള പവർ ആർക്കാണുള്ളത്? അപ്പം അത് പ്രധാനമായിട്ടും എന്താണ്, ഇപ്പം ഒരു ട്രാൻസ്പോർട്ടർ സാധനങ്ങൾ ക്യാരി ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ, അല്ലെങ്കിൽ വെൻ ഗുഡ്സ് ആർ ഓൺ ദി വേ, ഒരു ട്രാൻസ്പോർട്ടേഴ്സിൽ മറ്റൊരു സ്ഥലത്തേക്ക് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ ഇത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള പവറാണ്. അത് പ്രധാനമായിട്ടും തന്നിരിക്കുന്നത് എവിടെയാണ്? സെക്ഷൻ 68